Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ലായിരുന്നു അല്ലേ? നന്നായിരുന്നു മാം. നന്നായിരുന്നു. പ്രയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ആരാ ചെയ്യുന്നേ? ഞാൻ ചെയ്യാം മാം. ഓക്കെ. Walking with the Lord, we are walking in the morning. Lift up your heads, you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your heads, you are singing to the Lord. Hand in hand with everyone, we are walking, black and bright, bound together, walking. Singing new songs now, singing new lyrics, building new bridges, walking distant smile, walking with the Lord. We are walking in the morning. Lift up your heads, you are walking with God. Thank you, ma'am. Thank you all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു നിർത്തിയിരുന്നേ? ലിയേസൺ ഓഫീസർ പറഞ്ഞായിരുന്നോ? ലിയേസൺ ഓഫീസർ സിക്സ്ത് പോയിന്റ് അല്ലേ? മാം, ഞാൻ സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടർ സെമിനാർ എടുക്കാട്ടോ മാം. സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ് സെമിനാർ എടുക്കും അല്ലെ? എളുപ്പമല്ലേ മോളെ? ഇത് എളുപ്പമല്ലേ? എളുപ്പമല്ലേ? ഈസി ആണോന്ന്? അതെ, അതെടുക്കാം. പിന്നെ ആരോടെങ്കിലും സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 10 മിനിറ്റ് സമയം തരാം വായിക്കാനായിട്ട്. അതിന്റെ കോൺഫിഡൻസ് ഉള്ളവരൊന്ന് പ്രസന്റ് ചെയ്യുക. എളുപ്പമാണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അത് കഴിഞ്ഞാല് കൺസ്ട്രക്റ്റീവ് മൈൻഡ് വരെ പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓർഗനൈസിംഗ് കപ്പാസിറ്റി ആണ് ഇനി എടുക്കാനുള്ളത് അല്ലെ? Organizing capacity. As he is to serve as teacher of teachers, he should have the capacity to organize refresher courses, meetings, seminars, and discussions. Okay, അതായത് കോഴ്സുകള്, മീറ്റിങ്ങുകള്, ചർച്ചകള് എന്നിവ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യുക. അതിനെയാണ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മാനേജേഴ്സ്, അത് എഴുതിക്കോളൂ കേട്ടോ ഒന്ന്. മാനേജേഴ്സ് courses meetings, managers courses meetings and discussions effectively Ma'am, onnuda parayava? Managers courses meetings, and discussions effectively. ഓക്കെ, ഇത് കഴിഞ്ഞോ? അടുത്ത പറഞ്ഞോട്ടെ. എന്താ പറയുന്നത്? അപ്പൊ ഇവിടെ പലതരത്തിലുള്ള കോഴ്സുകൾ, അതുപോലെ മീറ്റിംഗ്സുകള്, ഡിസ്കഷൻസ് ഒക്കെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
Then expert in various subjects. നമുക്കറിയാം ഇതിനകത്ത് പറയുന്നുണ്ട് an inspector should be experienced in many languages and subjects. This is particularly important in our schools where different media of instructions are followed. അതായത് ഒരു വിഷയത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ മാത്രം നോളജ് ഉള്ള ആളായിരിക്കില്ല ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിന് ധാരാളം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യാനും ധാരാളം ലാംഗ്വേജസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ആളുകളെയാണ് ഇൻസ്പെക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിക്കോളൂ. എക്സ്പേർട്ട് ഇൻ വേരിയസ് സബ്ജക്ട്. എക്സ്പേർട്ട് ഇൻ വേരിയസ് സബ്ജക്ട്. എന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതിക്കോളൂ. ഹാസ് broad subject knowledge. Has broad subject knowledge. Has broad subject knowledge and known 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 various types of languages and known various types of languages. വളരെയധികം ഭാഷകളും അതുപോലെ തന്നെ ഒന്നിലധികം സബ്ജക്റ്റുകളും നോളജ് ഉള്ള ആളായിരിക്കും സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നയൻത് പോയിന്റ് ലേസൺ ഓഫീസർ ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. 9ാമത്തെ പോയിന്റ് സിയ ജോയിൻ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. 9th പോയിന്റ് വായിച്ചു കഴിഞ്ഞിട്ട്. ഓക്കെ ആണോ? വായിച്ചോക്കട്ടെ. വായിച്ചു നോക്കുക, എല്ലാവരും വായിച്ചു എടുത്തോളൂ കേട്ടോ.
5 കഴിയുമ്പോ പറയാം കേട്ടോ. മിസ് പറയാം. ആ ഓക്കെ. ഒരു ഇൻസ്പെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ആളായിരിക്കണം. ഓഫീസർ ആയാലും ഇപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ഓർഗനൈസേഷൻ ആണോ സ്കൂളാണോ എവിടത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണെങ്കിൽ അയാൾ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണം. മറ്റ് വർക്കേഴ്സിന്റെ അടുത്ത് ആരുടെ അടുത്തായാലും അയാൾ എപ്പോഴും നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏതൊരു പ്രൊഫഷൻ ആയാലും അത് നല്ലൊരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഒരു 7 പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. എങ്ങനെയായിരിക്കണം ആ ഒരു നല്ല ഓഫീസർ എന്നുള്ള ആ ഒരു ഇതിൽ 7 പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ആദ്യം തന്നെ ആ ആൾക്ക് നല്ലൊരു ആ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് നല്ലൊരു എബിലിറ്റി ടു ഐഡന്റിഫൈ എസ്പെഷ്യലി വർത്ത് വൈൽ തിങ്കിങ് ദാറ്റ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് സ്കൂൾ സിസ്റ്റം. ഫസ്റ്റ് തന്നെ ഒരു എബിലിറ്റി ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് പറയുന്നത് ഓർഗനൈസ് ദ സ്കൂൾ സിസ്റ്റം. ഏതൊരു ഇതായാലും അത് നല്ലതുപോലെ ഓർഗനൈസ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം. ഒരു ഡ്യൂട്ടി ഒരു ഗ്രൂപ്പായുള്ള ഒരു ടീമിന് ഒരു ഡ്യൂട്ടി കൊടുക്കുമ്പോൾ അതിന്റെ ഓരോ ഭാഗങ്ങളും ആ കൊടുക്കുന്ന ആള് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ആ പാർട്ടിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആദ്യം അവിടെ വരുന്ന അതിഥി ഗസ്റ്റിനെ എങ്ങനെ ആരൊക്കെ ക്ഷണിക്കണം, അവർക്ക് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കണം, അവരെ എത്ര സേഫ് ആക്കി അവിടെ ഇരുത്തണം എന്ന് തുടങ്ങി അതിൽ വരുന്ന ആ പാർട്ടിക്ക് വരുന്ന ഓരോ മെമ്പേഴ്സിന്റെയും കംഫർട്ട് എങ്ങനെയായിരിക്കണം എന്ന് വരെ ആള് നോക്കിയിരിക്കണം. അപ്പൊ ആ ആള് എല്ലാ എബിലിറ്റിയും ഉള്ള ആളായിരിക്കണം ആ ഓഫീസർ. അപ്പോ അതിനു വേണ്ടിയിട്ട് ആള് ഈ 7 പോയിന്റിലൂടെ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും.
ഇതിപ്പോ ഒരു ഓഫീസായാലും സ്കൂളിൻ്റെതായാലും ആ ഓഫീസർ നല്ലൊരു എബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 7 പോയിന്റ്സിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഒരു സൂപ്പർവൈസറി പ്രൊഫഷണലി ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി മിക്സ് ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ മൊത്തത്തിലുള്ളത് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ ലേസൺ ഓഫീസർ കേട്ടോ, അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യൂ. നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എഴുതിക്കോളൂ കേട്ടോ. ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ, ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻസിനൊക്കെ ഇടയിലൊക്കെ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമാണ്. ലേസൺ ഓഫീസർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ്. Acts as a bridge between, bridge, palam, between departments and educators, comma, promoting collaboration, comma, promoting collaboration. ഓക്കെ, അപ്പൊ സിയ പറഞ്ഞു ഇവിടെ 7 ക്വാളിറ്റീസ് അല്ലെങ്കിൽ 7 എബിലിറ്റീസ് ഉണ്ട് അല്ലെ. 7 എബിലിറ്റീസിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. എന്തൊക്കെയാണ് ഇൻസ്പെക്ടർക്ക് വേണ്ടിയിട്ടുള്ള 7 എബിലിറ്റീസ്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്ന രീതിയിൽ ഉണ്ടായിരിക്കേണ്ട എബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് എബിലിറ്റി എന്ന് പറയുന്നത് സ്കൂൾ സിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് എബിലിറ്റി. അപ്പൊ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. First one, 7 abilities എന്ന് എഴുതാം. Then first one is school സിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്യുക. സ്കൂൾ സിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്യുക. Then രണ്ടാമത്തത് സ്കൂൾ സിസ്റ്റത്തെ ഓർഗനൈസ് ചെയ്യുക. സ്കൂൾ സിസ്റ്റത്തെ ഓർഗനൈസ് ചെയ്യുക. മൂന്നാമത്തത് കോവർക്കേഴ്സ്, അതായത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അംഗങ്ങൾ, സ്റ്റാഫുകൾ, കോവർക്കേഴ്സിന്റെ ഇന്നബിലിറ്റിയെ ഐഡന്റിഫൈ ചെയ്യുക. കോവർക്കേഴ്സിന്റെ ഇന്നബിലിറ്റി, കഴിവില്ലായ്മയെ ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഒരു കോമെന്റ് ഇട്ട് എഴുതുക. പക്ഷെ ഇതൊരിക്കലും അവരുടെ ഗുഡ്വില്ലിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം. പക്ഷെ അവരുടെ ഗുഡ്വില്ലിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ കോവർക്കേഴ്സിന്റെ ഇന്നബിലിറ്റിയെ ഐഡന്റിഫൈ ചെയ്യുക. അതൊരിക്കലും അവരുടെ ഗുഡ്വില്ലിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഒക്കെ സ്കൂൾ ഇൻസ്പെക്ടർ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ പരസ്യമായിട്ട് അവരെ നാണം കെടുത്താനോ അല്ലെങ്കിൽ പരസ്യമായിട്ട് അധിക്ഷേപിക്കാനോ പാടില്ല. അത് അവരുടെ ഗുഡ്വില്ലിനെ ബാധിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് വന്നു, അത് സ്കൂൾ ഇൻസ്പെക്ടർ വരുന്ന സമയത്താണ് ആ മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു, അത് അയാളത് ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ അത് നിങ്ങളെ മാറ്റി നിർത്തി സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു വാണിംഗ് എന്ന രീതിയിൽ തരണം. അത് ഒരിക്കലും നിങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലാകരുത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ?
മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ മാം. ഓക്കെ. ദെൻ നാലാമത്തേതാണ് തന്റെ ജോലിയുടെ മൂല്യം മറ്റുള്ളവരെ അറിയിക്കുക. താൻ ചെയ്യുന്ന ജോലി എഴുതാൻ വരട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞു തരുമെന്ന്. താൻ അതായത് സ്കൂൾ ഇൻസ്പെക്ടർ എന്ന രീതിയിൽ അവര് ചെയ്യുന്ന ജോലി എത്രമാത്രം വലുതാണ്, എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കുക. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് അറിയുമ്പോൾ നമുക്ക് അറിയാം സ്കൂൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വരുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിയാവും അല്ലെ, എന്തോ ഒരു വലിയ ഭീകര സംഭവം വരുന്നത് പോലെയാണ് നമ്മളൊക്കെ നോക്കിക്കണ്ടിരുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ അങ്ങനെ? ഏടിയോ വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് നമുക്ക് ഭയങ്കര, അതായത് നമുക്ക് മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സിനും ആയാലും ഭയങ്കര ശ്രദ്ധയായിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നതിലും. അവർക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ പേടി എന്ന് പറഞ്ഞാൽ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്, അയാളുടെ പൊസിഷന് അത്രമാത്രം വാല്യൂ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊരു എബിലിറ്റി ആയിട്ട് പറയുന്നതാണ് തന്റെ ജോലിയുടെ മൂല്യം, അതായത് സ്കൂൾ ഇൻസ്പെക്ടറുടെ ജോലിയുടെ മൂല്യം അറിയിക്കുക, മറ്റുള്ളവരെ അറിയിക്കുക കേട്ടോ. എത്രണ്ണമായി? എത്ര പോയിന്റ് ആയി? 5 points. 5 അല്ലേ? ഓക്കെ. 4 ma'am. 4 ആണോ? 4 ma'am. മൂല്യം അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് മാം പറഞ്ഞു വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതും കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞ 5 വന്നു. ഫോർത്ത് വൺ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാനാണ് കേട്ടോ. ഫിഫ്ത് വൺ ആണ് നമ്മൾ എഴുതിയത്. ഫോർത്ത് വൺ ലക്ഷ്യങ്ങൾ, ഗോൾസ് സെറ്റ് ചെയ്യുക, അതാണ് കേട്ടോ. ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയാണ് ഫോർത്ത് വൺ കേട്ടോ. അതൊന്ന് അതിനകത്ത് ചേർത്തേക്ക്, ഞാൻ മറന്നുപോയി. ഇനി അടുത്തത് സിക്സ്ത് വൺ എന്ന് പറഞ്ഞാല് എല്ലാവരെയും പ്രൊഫഷണലായി വളരാനും സമൂഹത്തിന് സേവനം ചെയ്ത രീതിയിൽ വളർത്തിയെടുക്കാനും ശ്രമിക്കുക. ഓക്കെ, ഒന്നുകൂടി പറയാം. എല്ലാവരെയും പ്രൊഫഷണലായി വളർത്താനും, എല്ലാവരെയും പ്രൊഫഷണലായി വളർത്താനും സമൂഹത്തിന് സേവനം ചെയ്യുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കാനും ശ്രമിക്കുക. സമൂഹത്തിന് സേവനം ചെയ്യുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കാനും ശ്രമിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ്. ഫിഫ്ത് പോയിന്റ് ഒന്നുകൂടി പറയൂ. ഫിഫ്ത് പോയിന്റ് ആണോ? അതെ മാം. ഫിഫ്ത് പോയിന്റ് തന്റെ ജോലിയുടെ മൂല്യം അറിയിക്കുക, അതാണ് ഫിഫ്ത് പോയിന്റ് കേട്ടോ. ജോലിയുടെ മൂല്യം അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് കൂടെ ജോലി ചെയ്യുന്നവരെ വ്യക്തിപരമായി സന്തോഷിപ്പിക്കുക. അതിപ്പോ അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ, സൂപ്പർവൈസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോവർക്കേഴ്സ്, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അതായത് കൂടെ ജോലി ചെയ്യുന്നവരാണല്ലോ, അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നവരാണ് അവരൊക്കെ. അപ്പൊ അവരെ വ്യക്തിപരമായിട്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളതും ഞങ്ങളുടെ എബിലിറ്റിയുടെ ഭാഗമാണ് കേട്ടോ. കൂടെ ജോലി ചെയ്യുന്നവരെ വ്യക്തിപരമായി സന്തോഷിപ്പിക്കുക. ഇതാണ് 7 എബിലിറ്റീസ്. ഓക്കെ, ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? 7 ക്വാളിറ്റീസ് ഓക്കെ ആണോ? ഓക്കെ. ഞാൻ 10ാമത്തെ പോയിന്റ് നോക്കണം. 10th പോയിന്റ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം നിങ്ങള്.
ആരെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് പറയാം. അച്ഛനും എന്ത് കാരണം പോണ്ട വയറ് നിറച്ച് കഴിച്ചിട്ട് നോക്കി പോണത്. അച്ഛൻ ഭക്ഷണം കൊടുക്കില്ലേ? എന്നുള്ള ശീലത് കുട്ടിക്ക്. ഹലോ, ഓക്കെ, ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന? സുജാത ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. മാം, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിന്റെ എല്ലാ പോർഷനും എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ഡീൽ ചെയ്യണ ഒരാള്. അതാണ് ആള് വേരിയസ് റോൾസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പല റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതില് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആദ്യം പറയണത്. അതായത് ഇപ്പൊ ഇൻസ്പെക്ഷന് വരുമ്പോ അവിടുത്തെ ചിലപ്പോ അവിടെ പല നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസ് നോക്കുമ്പോ അതില് നല്ല രീതിക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവാം. അപ്പൊ അവർക്ക് നല്ല രീതിക്കുള്ള അപ്രൈസൽ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോ വല്ല എന്താ പറയാ, നമ്മുടെ ഇങ്ങനെ ലീവ് വേക്കൻസിയിൽ വരുന്ന ടീച്ചേഴ്സ് ഉണ്ടാവായിരിക്കാം. അപ്പൊ അവരുടെ ടീച്ചിങ് നല്ലതാണെങ്കിൽ അവരെ അവിടെ അപ്പോയിന്റ് ചെയ്യാനുള്ള കാര്യങ്ങള്, അങ്ങനെ അവരുടെ പെർഫോമൻസിനെ നല്ല രീതിക്ക് വിലയിരുത്തുക. അത് ടീച്ചിങ് മാത്രമല്ല, നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും എല്ലാവരുടെയും അവരെ നല്ല രീതിയിൽ വിലയിരുത്തിയിട്ട് അവർക്ക് വേണ്ട അപ്രൈസലും പ്രൊമോഷനും കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവരെ അതിനുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ, അതാണ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കൂളിന്റെ പല ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ എല്ലാം അതിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സാലറി വിതരണം എന്നാണ് കേട്ടോ, ഡിസ്ബേഴ്സ്മെന്റ് വിതരണം എന്നാണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് സാങ്ഷൻ ആവാനുള്ള കാര്യങ്ങൾ സാങ്ഷൻ ആക്കുക. അതുപോലെ തന്നെ അത് നല്ല രീതിക്ക് വിതരണം ചെയ്യുക. പിന്നെ ടീച്ചേഴ്സിന്റെ സാലറി അതിലേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കാം. പിന്നെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും അക്കൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാ മേഖലയിലും ആളുടെ ഒരു കണ്ണെത്തണം. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ്, ഇപ്പോൾ എന്തെങ്കിലും ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിക്ക് പറഞ്ഞ് അതിനെ സോൾവ് ചെയ്യാനും അതിലെന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാണ്ടെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ ബോഡീസ്, ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ ലോക്കൽ ബോഡി പഞ്ചായത്തും കാര്യങ്ങളായിട്ടുള്ള ഇടപെടലുകൾ എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടതും എല്ലാം നല്ല രീതിക്ക് എല്ലാ റോളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഈ സൂപ്പർവൈസറിന് സാധിക്കണം. സുജാത പറഞ്ഞതുപോലെ തന്നെ സൂപ്പർവൈസർ ആസ് എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റ് വരും. അപ്പോയിന്റ്മെന്റ് കൈകാര്യം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൽ തന്നെ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും. അവരവരെ നല്ല പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുക, അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, ഇതിനൊക്കെ സജഷൻസ് കൊടുക്കുക. അതാണ് കേട്ടോ, പ്രൊമോഷൻ കൊടുക്കുക, ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ കാര്യങ്ങൾ, അവരുടെ പെർഫോമൻസ്, അവരുടെ അപ്രൈസൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് ഈ ഒരു ഇൻസ്പെക്ടർക്ക് കഴിയുമെന്നാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ ഡിസ്ബേഴ്സ്മെന്റ്, വിതരണം, അതായത് ഗ്രാന്റിന്റെ ഗവൺമെന്റ് തരുന്ന ഗ്രാന്റുകളുടെ വിതരണം ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഗ്രാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്കൂളുകളിലും ചിലപ്പോൾ ഗ്രാന്റ് ഒക്കെ വൈകിയേക്കാം. അതൊക്കെ കറക്റ്റ് സമയത്ത് ആ സ്കൂളുകളിലെ ഡിസ്ബേഴ്സ്മെന്റ്, അതായത് വിതരണം സപ്ലൈ ചെയ്യേണ്ടത് ഇൻസ്പെക്ടറുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. അതുപോലെ ടീച്ചേഴ്സിന്റെ സാലറി കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അക്കൗണ്ടുകൾ, ഓഡിറ്റ് അക്കൗണ്ടുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്? ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ചില കേസുകളിൽ ടീച്ചേഴ്സും മാനേജ്മെന്റുമായിട്ട് ചില ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പൊ ആ തർക്കങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ, അതായത് ഒരു അർദ്ധ ജുഡീഷ്യൽ, അതായത് ഒരു കോടതിയുടെ അധികാരത്തോടു കൂടി ആ ഡിസ്പ്യൂട്ട് പരിഹരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവിംഗ് മെത്തേഡുകൾ പറയാൻ
ഈ ഒരു ഇൻസ്പെക്ടർക്ക് കഴിയണം എന്നാണ് കേട്ടോ. അതായത് ഒരു കോടതിയുടെ അധികാരത്തോടു കൂടി ആ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശേഷി ആർക്ക് ഉണ്ടായിരിക്കണം? ഇൻസ്പെക്ടർക്ക് ഉണ്ടായിരിക്കണം. Okay. The last one is dealing with the local bodies and the Panchayati Raj institution. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടും പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടും ഒക്കെ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സ്കൂളിൽ ഇപ്പൊ നമ്മളൊക്കെ ഒരു സ്ഥാപനമാണെങ്കിലും ഒരു സ്കൂളാണെങ്കിലും അതിന് പഞ്ചായത്തുകളുടെ സഹകരണം നമുക്ക് ആവശ്യമാണ് അല്ലെ. പല പല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പല പഞ്ചായത്തുകളുമായിട്ട്, അതായത് ആ സ്കൂള് നിൽക്കുന്ന ഏത് ലോക്കൽ ബോഡിയിലാണ് ആ സ്കൂള് നിൽക്കുന്നത് ആ ഒരു തദ്ദേശ സ്വയംഭരണം അല്ലെങ്കിൽ ആ പഞ്ചായത്തുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാകും. അപ്പൊ അവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ, സ്കൂളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ചില ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടാറുണ്ട് സ്കൂളുകൾക്ക്. അപ്പൊ അതൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഇൻസ്ട്രക്ടർ ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. ഓക്കെ. Then role as a supervisor and inspector. A supervisor should be able to provide academic captainship and technical advice for advancing the teaching learning process. അതായത് അധ്യാപക പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതില് ലീഡർഷിപ്പ് ഉപദേശകനായിട്ട് നിൽക്കുക. അതായത് നമ്മുടെ സ്കൂളുകളിൽ നിലനിൽക്കുന്ന അധ്യാപന രീതി ഉണ്ടല്ലോ, അതായത് അക്കാദമിക് തലത്തിൽ നോക്കിയാൽ പാഠ്യപദ്ധതികളുടെ രൂപീകരണം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതി, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഓരോ വർഷവും എന്താണ് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുക, ഒരു എന്താ പറയാ കപ്പിത്താനായിട്ട് നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി, ഇപ്പൊ ഒരു അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ കരിക്കുലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നേതാവായിട്ട് നിന്ന് ആ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് 11th പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കപ്പിത്താനായിട്ട് നിൽക്കുക, ഓക്കെ, ഒരു ലീഡർ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. Then 12th പോയിന്റ് എന്ന് പറയുന്നത് role as a professional leader and innovator. He must be an expert in organizing direction programs, refresher courses, in-service training programs, diffusion of new ideas and popularization of tested good practices, encouraging experiments and other innovations. അതുപോലെ തന്നെ ചില പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, സ്കൂളിന് നല്ല രീതിയിൽ അല്ലെങ്കിൽ സ്കൂളിൽ നേട്ടം ഉണ്ടാക്കുന്ന ചില പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുക, കോഴ്സസുകൾ സംഘടിപ്പിക്കുക, അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ്, ഇന്നോവേഷൻസ്, അതായത് സ്കൂളിന് നല്ലതായിട്ട് സ്കൂളിന്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആവിഷ്കരിക്കുക, അതുപോലെ എക്സ്പെരിമെന്റ്സ് നടത്തുക. അതായത് നമ്മളിപ്പോ എങ്ങും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ വാർത്തകളൊക്കെ കേൾക്കാറില്ല, ഇന്ന സ്കൂളിൽ ഇന്ന ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ അവർ ഇന്ന ഒരു കണ്ടുപിടുത്തം നടത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ കേട്ട് വരാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിർബന്ധമായിട്ടും അതിനൊരു ഇൻസ്പെക്ടറും കൂടി ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, സ്കൂളിനെ മികച്ചതാക്കുക എന്നുള്ളതും സ്കൂൾ ഇൻസ്പെക്ടറുടെ കടമയായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത്. ഓക്കെ. The next role as a development generalist and planner. This implies competent training and efficiency in cooperating and collaborating with other departments in overall development, planning of the district, formulating, construction and evaluating educational plans at the district regional level, guiding and promoting programs at the institutional level. അതായത് ജില്ലാതലത്തിൽ ഒരു ജില്ലയിലെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതായത് ജില്ലാതലത്തിൽ സ്കൂളുകളൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ ഒരു ജില്ലയില് നമുക്കറിയാം ഇൻസ്പെക്ടർമാര് ഏകദേശം കോമൺ ആയിട്ട് ഒരാൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികള് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നില്ലെങ്കിൽ ഒരാളാവാം അല്ലെങ്കിൽ 2-3 വ്യക്തികളാവാം. അപ്പൊ ഇവരൊക്കെ ചേർന്നിട്ട് ഇപ്പൊ ഒരു ജില്ലയിലെ സ്കൂളുകൾ എത്രത്തോളം ഉണ്ട്, ആ സ്കൂളിന്റെ പ്ലാനിങ് എങ്ങനെയാണ്, അവരുടെ അക്കാദമിക് ഇയർ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, അവരുടെ കരിക്കുലം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ജില്ലാതലത്തില് ഡിസ്ട്രിക്ട് ബേസ് ആയിട്ട് പ്ലാനുകൾ രൂപീകരിക്കുക, ഓരോ ജില്ലയിലുള്ള സ്കൂളുകളെയും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ രൂപീകരിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇൻസ്പെക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ജില്ലാതലത്തിൽ മാത്രമല്ല, അത് റീജിയണൽ ലെവൽ, അതായത് പ്രാദേശിക തലത്തിൽ
കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർമാർ ശ്രമിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്കൂളുകളൊക്കെ നമ്മൾ കാണാറില്ലേ, ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളൊക്കെ കാണാറില്ലേ, അവിടെയൊക്കെ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറവാണ് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പൊ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റ് എത്തുന്നുണ്ട്. അപ്പൊ അത് ആദ്യം രൂപീകരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്ലാനുകളിൽ നിന്നാണ് എങ്ങോട്ട് വരിക, ഈ ഒരു റീജിയണൽ ലെവൽ, പ്രാദേശിക തലത്തിലേക്ക് പ്ലാനുകൾ എത്തുക. അപ്പൊ ഇത് എത്തിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ഈ ഒരു ഇൻസ്പെക്ടറിന്റെ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. Then 14th point, role as a bridge builder between the school and the community. A supervisor should be adoring in fostering good public relation, securing community participation for improving and developing educational institution, making institutions conscious of the want to serve the community better. അതായത് സമൂഹവുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക. ഇപ്പൊ സ്കൂളിലാണ് ഇൻസ്പെക്ഷൻ വരുന്നതെങ്കിൽ പോലും കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുക, മാനേജ്മെന്റുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുക, കോ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവുക, സ്റ്റുഡൻസുമായിട്ട്, അതുപോലെ സൊസൈറ്റിയുമായിട്ട് നല്ലൊരു ബന്ധമുള്ള ആളായിരിക്കണം ആര്, ഈ ഒരു സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ സ്കൂൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് സം അപ്പ് ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഇൻസ്പെക്ടർ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ചുരുക്കി പറയുവാണെങ്കിൽ ചില കാര്യങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോവുക. ഇദ്ദേഹം എന്ന് പറയുന്നത് മാൻ ഓഫ് ലേണിംഗ് ആണ്, ഫെയ്ത്ത് ആണ്, പെയിൻസ് ടേക്കിംഗ് എനർജി and imbued with the spirit of progress and experimentation and above years of all personal affiliations. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങള്, മാൻ ഓഫ് ലേണിംഗ്, മാൻ ഓഫ് ഫെയ്ത്ത്, അങ്ങനെയൊക്കെ ആരെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാല് ഓഫ് കോഴ്സ് അത് ആരെ തന്നെയാണ്, സ്കൂൾ ഇൻസ്പെക്ടറെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then അടുത്തത് സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടേഴ്സ്. ആരാണ് സെമിനാർ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞേ? സജിത. സജിത. Okay, selection of inspectors. Today we are going to learn about selection of inspector. ഒരു സെക്കൻഡ് ഒന്ന് പേര് ടൈപ്പ് ചെയ്തോട്ടെ. സജിത അല്ലേ? സജിത. സജിത ടീട്ടോ മാഡം? ടി. ഓക്കെ. ഓക്കെ, തുടങ്ങിക്കോളൂ കേട്ടോ. എന്താ പറയാ, സെലക്ഷൻ ഓഫ് ഇൻസ്പെക്ടറിനെ സജസ്റ്റ് ചെയ്യണത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അതായത് സ്യൂട്ടബിൾ ആയ പേഴ്സണെ സജസ്റ്റ് ചെയ്യണത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അത് അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അത് ഫസ്റ്റ് വൺ ഈസ് ഹൈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ, ഹോണേഴ്സ് ഓർ മാസ്റ്റർ ഡിഗ്രി വിത്ത് ടീച്ചിങ് ട്രെയിനിങ്. അതായത് അവർക്ക് നല്ല ഹൈ ആയ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടാവണം, അതുപോലെ തന്നെ ടീച്ചർ ട്രെയിനിങ്ങും ഉള്ളവരായിരിക്കണം. പിന്നെ ആൻഡ് ഷുഡ് ഹാവ് ഹാഡ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇൻ സ്കൂൾ ഫോർ അറ്റ്ലീസ്റ്റ് 10 years. അതായത് 10 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്യൂട്ടബിൾ പേഴ്സണെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നതാണ് മാസ്റ്റർ ഡിഗ്രി വിത്ത് ടീച്ചർ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. പിന്നെ അവർക്ക് ടീച്ചിങ് ഫീൽഡിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. ഓർ ഷുഡ് ഹാവ് ബീൻ ഹെഡ് മാസ്റ്റർ ഓഫ് ഹൈസ്കൂൾ ഫോർ മിനിമം പീരീഡ് ഓഫ് 3 years. അത് കൂടാതെ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് 3 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും വേണമെന്നാണ് ഈ കമ്മിറ്റി പറയുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മിറ്റി പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടീച്ചേഴ്സ് വിത്ത് 10 years എക്സ്പീരിയൻസ്. ഒന്നാമത് പറയുന്നത് 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ്.
ടീച്ചിങ് ഫീൽഡില്. സെക്കൻഡ് വൺ ഈസ് എക്സ്പീരിയൻസ് ഹെഡ് മാസ്റ്റേഴ്സ് ഓഫ് ഹൈസ്കൂൾ. ഹൈസ്കൂളില് 3 വർഷമെങ്കിലും ഹെഡ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് വേണം. ക്വാളിഫൈഡ് സ്റ്റാഫ് ഫോർ ട്രെയിനിങ് കോളേജ്, അല്ലെങ്കിൽ ഒരു കോളേജിൽ എന്താ പറയുക ക്വാളിഫൈഡ് സ്റ്റാഫ് ആയിരിക്കണം എന്നാണ് ഈ പറയുന്നത്. ഈ 3 മാനദണ്ഡത്തില് ഏതെങ്കിലും ഒന്ന് ഉള്ളവരെ മാത്രമാണ് ഈ കമ്മീഷൻ ഇൻസ്പെക്ടർ ആയിട്ട് സജസ്റ്റ് ചെയ്യുള്ളൂ. സൂട്ടബിൾ പേഴ്സൺ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ പറയട്ടോ. സിയ ഫസ്റ്റ് ക്വാളിറ്റി ഒന്ന് പറയൂ. സിയ ഫസ്റ്റ് ക്വാളിറ്റി ഒന്ന് പറയൂ. 3 മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൂല, അതിൽ ഫസ്റ്റ് ക്വാളിറ്റി ഒന്ന് പറയൂ സിയ. ടീച്ചേഴ്സ് വിത്ത് 10 years എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ഒരാൾ പറയോ? സുജാത ചേച്ചി. അതായത് ഒരു ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. നെക്സ്റ്റ് സ്മിത ചേച്ചി. അടുത്തത് ഞാൻ തന്നെ പറയാം. പറഞ്ഞോളൂ. എനിക്ക് അറിയണ പേരാണ് കേട്ടോ ഞാൻ വിളിക്കുന്നത്. അല്ല, ചിലപ്പോ അവരുണ്ടാവില്ല. അതായത് അവര് ട്രെയിനിങ് കോളേജസിലെ ക്വാളിഫൈഡ് സ്റ്റാഫ് ആയാലും മതി. അപ്പൊ ഇതില് 3 ക്വാളിറ്റീസിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലാണ് അവര് സ്യൂട്ടബിൾ പേഴ്സണെ മാത്രമാണ് ഇൻസ്പെക്ടർ ആയിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഒരു ഇൻസ്പെക്ടറെ സെലക്ട് ചെയ്യുന്നത്. അതിന് 3 മാനദണ്ഡങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നുള്ളവരെയാണ് അവര് സെലക്ട് ചെയ്യുള്ളൂ, കമ്മീഷൻ സെലക്ട് ചെയ്യുള്ളൂ. The commission further prescribes that suitable person from any of 3 categories may be appointed as inspector for a period of 3 to 5 years after which they may revert to their original post. അതായത് ഈ എനി 3 കാറ്റഗറിന്ന് അവര് സെലക്ട് ചെയ്യുന്ന പേഴ്സൺ എന്നെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഇൻസ്പെക്ടറായി അപ്പോയിന്റ് ചെയ്യുന്നത് 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്കായിരിക്കും. അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണോ എന്ന് നോക്കി അവരെ പെർമനന്റ് പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പ്രവൃത്തികൾ നല്ല പ്രവൃത്തിയാണ്, അവർക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട്, അവരെല്ലാ ക്വാളിറ്റിയും തികഞ്ഞ ആളാണോ നോക്കിയിട്ട് മാത്രമാണ് അവരെ ഒറിജിനൽ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുള്ളൂ. സെലക്ട് ചെയ്ത പേഴ്സണെ 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ അവര് ഒറിജിനൽ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യില്ല. അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി അവർ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് അവരെ റിവേർട്ട് ടു ദയർ ഒറിജിനൽ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ എന്താ പറയാ അവരുടെ എക്സ്പീരിയൻസും അവരുടെ പ്രവർത്തനങ്ങളും അതുപോലെ അതൊക്കെ അവർക്ക് ഒരു അപ്രീസിയേഷൻ സ്കൂൾ കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി അവർക്ക് ഗ്രേറ്റർ അപ്രീസിയേഷനും സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. The Zakir Hussain committee has submitted the word supervisor for inspector. അതുപോലെ തന്നെ സാക്കിർ ഹുസൈൻ കമ്മിറ്റി ആണ് സൂപ്പർവൈസർ എന്ന വേർഡ് സബ്മിറ്റ് ചെയ്തത്. According to this report, an efficient and supervisory staff is almost as important for the new school as well-trained teaching personnel. അതായത് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും സൂപ്പർവൈസറി സ്റ്റാഫ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ വെൽ ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കും, വെൽ ട്രെയിൻഡ് ടീച്ചിങ് പേഴ്സണലും ആയിരിക്കും. എല്ലാ സ്കൂളുകളിലും, എല്ലാ പുതിയ സ്കൂളുകളിലും ഒരു സൂപ്പർവൈസർ, എല്ലാ സ്കൂളുകളിലും സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അത് സൂപ്പർവൈസർ എന്ന് പറയുന്നത് എഫിഷ്യന്റും ആയിരിക്കും, അതുപോലെ തന്നെ ആസ് വെൽ ട്രെയിൻഡ് ടീച്ചിങ് പേഴ്സണൽ ആയിരിക്കും, നല്ല ടീച്ചിങ്ങിൽ നല്ല കഴിവുള്ളവരും ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക സാക്കിർ ഹുസൈൻ കമ്മിറ്റിയിൽ പറയണത് ഒരു സൂപ്പർവൈസർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവര് 2 വർഷമെങ്കിലും 2 years എക്സ്പീരിയൻസ് എങ്കിലും സക്സസ്ഫുൾ ആയി ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് സൂപ്പർവിഷൻ വർക്കിലും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം, ഇയർ ഓഫ് സ്പെഷ്യൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സാക്കിർ ഹുസൈൻ കമ്മിറ്റിയിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ്
2 years എക്സ്പീരിയൻസ് സക്സസ്ഫുൾ ടീച്ചിങ്, അതായത് ഒരു ടീച്ചിങ് ഫീൽഡിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഒരു സൂപ്പർവൈസർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ സൂപ്പർവിഷന്റെ വർക്കിലും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ തലത്തിലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒപ്പം വർക്ക് ചെയ്യണവരോട് അവർക്ക് നല്ല കോപ്പറേഷനും അതുപോലെ ഹെൽപ്പ് മൈൻഡും ഒക്കെ ഉണ്ടാവണം. അതുപോലെ ചില ഒപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നല്ല കഴിവുള്ള സ്റ്റാഫുകളും അതുപോലെ കുറച്ച് കഴിവില്ലാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്കൊക്കെ നല്ല ഹെൽപ്പ് ചെയ്ത് കോപ്പറേഷൻ സഹകരിക്കുക, അവരോടൊക്കെ നന്നായി സഹകരിക്കണം എന്നാണ് പറയുന്നത് ഈ കമ്മിറ്റി പറയുന്നത്. അതുപോലെ തന്നെ ഒരു സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡറായിട്ടും ഗൈഡായിട്ടും ഒക്കെ റോൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ അവര് പ്ലേ ചെയ്യണം, ആക്ട് ചെയ്യണം. അവര് സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് ചെയ്യണം, അതുപോലെ ലീഡറായി പ്രവർത്തിക്കണം. ഒരു എഡ്യൂക്കേഷൻ എക്സ്പെരിമെന്റ് തലത്തിൽ അവര് ലീഡറും ഗൈഡ് ചെയ്യണ ആളൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു സൂപ്പർവൈസറുടെ റോളാണ്. ലീഡർ ആയിരിക്കും, ഗൈഡ് ചെയ്യുന്ന ആളായിരിക്കും. അതുപോലെ എന്താ പറയാ, ഈ ഒരു സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഉത്തരവാദിത്വം പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് അതില്. അതുപോലെ അവർക്ക് ഹെൽപ്ഫുൾ ഗൈഡൻസ് ആയിരിക്കണം, നല്ല സഹായം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. അതുപോലെ ലീഡർഷിപ്പ്, ഒരു ഇതിനെ ലീഡ് ചെയ്യാനുള്ള കഴിവും അവർക്ക് ഉണ്ടായിരിക്കണം. അത് അവര് പ്രോപ്പർലി കംപ്ലീറ്റഡ് ആയിരിക്കണം. ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആൾക്ക് റെസ്പോൺസിബിലിറ്റി വലുതാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി വലുതാണ്. അതുപോലെ അവരുടെ ലീഡർഷിപ്പും അതുപോലെ ഹെൽപ്ഫുൾ ആയ ഗൈഡൻസും ഒക്കെ അവര് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതിൽ പറയുന്നത് നമ്മുടെ എന്താ പറയാ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ചില സ്കൂളുകളിൽ സഫിഷ്യന്റ് നമ്പർ ഓഫ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് അൺമാനേജബിളി ലാർജ് ആയിരിക്കും. അവർക്ക് അത്ര തന്നെ അങ്ങനെ മാനേജ് ചെയ്യുക, എല്ലാ സൂപ്പർവൈസർമാരും എന്താ പറയാ എല്ലാ കഴിവുകളും ഉള്ളവരായിരിക്കണം എന്നില്ല. ചില സൂപ്പർവൈസർമാർക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പൊ അവിടെ എന്തുണ്ടാവും, അവിടെ എക്സ്പെൻസ് ഗ്രേറ്റർ ആയിരിക്കും, ചിലവുകൾ കൂടുതലായിരിക്കും. മാനേജ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരുമ്പോ അവർക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പൊ ആ ഇക്കോണമി എന്ന് പറയുന്നത് ഒരു ബാഡ് ഇക്കോണമി ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. മാം കഴിഞ്ഞു, താങ്ക് യു. എനിക്ക് വല്ല ഡൗട്ട് ഉണ്ടോ? നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു മാം, താങ്ക് യു ഓൾ. മാം ഞാൻ സിജിയാണേ. മാം അതിൽ നമുക്ക് ഈ ആഫ്റ്റർ ദ 3 പേരുടെ ഇത് പറഞ്ഞില്ലേ, ലൈക്ക് ടീച്ചേഴ്സ് വിത്ത് 10 years എക്സ്പീരിയൻസ് ഹെഡ് മാസ്റ്റേഴ്സ് ഓഫ് ഹൈസ്കൂൾ, പിന്നെ ക്വാളിഫൈഡ് സ്റ്റാഫ് ഓഫ് ട്രെയിനിങ് കോളേജ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആ പാരഗ്രാഫിൽ അവര് പറഞ്ഞിരിക്കുന്നത് ഇവര് 3 പേരും നമുക്ക് 3 to 5 years വരെ അവർക്ക് ഈ ഇൻസ്പെക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ആഫ്റ്റർ ദെൻ അവർക്ക് തിരിച്ചും അവരുടെ ഒറിജിനൽ പോസ്റ്റ്, അതായത് ടീച്ചേഴ്സിന്റെ പോസ്റ്റും ഹെഡ് മാസ്റ്റേഴ്സിന്റെ പോസ്റ്റും കോളേജിലെ സ്റ്റാഫ്സിന് അവരുടെ ആ പോസ്റ്റിലേക്കും തിരിച്ചു പോകാം. അപ്പൊ അവര് ഈ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടി അവർക്ക് കിട്ടും. അപ്പൊ അവർക്ക് പ്രോബ്ലംസ് സ്കൂളിന്റെ കുറച്ചും കൂടി അസസ് ചെയ്യാൻ പറ്റും എന്നും കൂടിയല്ലേ അത് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ മാം. അപ്പോ ഇത് അഡ്വൈസ് ചെയ്ത കമ്മിറ്റിയുടെ പേരെന്താ? എന്താണ് കമ്മിറ്റി? സക്കീർ ഹുസൈൻ കമ്മിറ്റി. സെക്കൻഡറി എഡ്യൂക്കേഷൻ സക്കീർ ഹുസൈൻ പിന്നെയല്ലേ വരുന്നേ? ആ ഒരു വേർഡ് നിർത്തുന്നത്. സക്കീർ ഹുസൈൻ വേറെ, അതുപോലെ സെക്കൻഡറി കമ്മീഷൻ വേറെ കേട്ടോ. സെക്കൻഡറി കമ്മീഷൻ ഈസ് ഓൾസോ നോൺ ആസ് മുതലിയാർ കമ്മീഷൻ ഇൻ 1952. കേട്ടിട്ടുണ്ടോ മുതലിയാർ കമ്മീഷൻ? കേട്ടിട്ടുണ്ട് അല്ലേ? ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ അത്. The Secondary Education Commission is also known as Mudaliar Commission.
Mudaliar Commission was established in 1952. Was established in 1952. Okay, ഇന്ത്യയിലെ സെക്കൻഡറി എഡ്യൂക്കേഷനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ്. അതും ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാറിന്റെ നേതൃത്വത്തിലാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത് കേട്ടോ. പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, ഇത് എഴുതിക്കോളൂ. അടുത്തത് to examine and improve, to examine, comment എഴുതാം കേട്ടോ. To examine. മാം ഇവിടെ ഭയങ്കര ഇടി മഴയാണ്. ഞാൻ ലീവ് ആയിക്കോട്ടെ. താങ്ക് യു മാം. To examine and improve secondary education in India. To examine and improve secondary education in India. ടീച്ചറെ, നമുക്ക് ഈ PGയുടെ ഒക്കെ മോക്ക് ടെസ്റ്റ് ഇടുവോ? മോക്ക് ടെസ്റ്റ് അല്ലേ? ക്ഷമിസ് തന്നിട്ടുണ്ടോ? ക്ഷമിസ് തന്നായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല, ആരും തന്നിട്ടില്ല. തരാന്ന് പറഞ്ഞോ? തരാന്ന് പറഞ്ഞായിരുന്നു ജിഷ മിസ്. മോക്ക് ടെസ്റ്റ് ഇടാന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല മിസ് എങ്ങനെ പഠിക്കണോന്ന്. അതാണ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുമല്ലോ. അതാണെങ്കിൽ കമ്മീഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ പഠിച്ചു നോക്കുക. സ്കൂൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. എഴുതി തരുന്ന കാര്യങ്ങൾ, ബുക്സ്, ഡിസ്പാച്ചസ്, അതൊക്കെ എന്തായാലും നോക്കി വെക്കുക കേട്ടോ. ഞാൻ മോക്ക് ടെസ്റ്റ് ഇട്ടേക്കാം. ഞാൻ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഈ ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ ഇട്ടേക്കാം. ഓക്കെ, ഓർമ്മിപ്പിച്ചത് നന്നായി. ഇത് കൂടുതലായിട്ട് ഞങ്ങള് ഇതിനെ കുറിച്ച് ടോക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് ഓർക്കുന്നത്. മാം ലാസ്റ്റ് ക്ലാസ്സില് ജിഷ മാമിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ PGക്കും ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. കാരണം നമുക്ക് എക്സാംസ് വേറെ ഒന്നും മോഡൽ വരുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം പെട്ടെന്നൊന്ന് ചെയ്യുമായിരുന്നു. അപ്പൊ മിസ് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട്. ആള് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇടുന്നതിന്റെ തിരക്കിലാണ്, ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയൊന്നും വന്നില്ല. ഞാൻ ഇട്ടേക്കാം, ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഈ ആഴ്ച തന്നെ കൊടുത്തേക്കാം. ഇപ്പൊ നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഓക്കെ, the next one. ഇത് ഡോക്ടർ A. ലക്ഷ്മണ സ്വാമി മുതലിയാർ as its chairman. ഡോക്ടർ A. ലക്ഷ്മണ സ്വാമി മുതലിയാർ as its chairman. And it submitted its report in 1953. And it submitted its report in 1953. നമുക്ക് ഇതിനകത്ത് കുറെ കമ്മീഷൻസ് പഠിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അത്? സ്കൂൾ ഇൻസ്പെക്ഷൻ വേറെ PDF-ൽ വേറെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കമ്മീഷൻ പഠിക്കാനുണ്ടോ? ടീച്ചർ എടുക്കുന്ന എന്തെങ്കിലും ഇതുവരെ പഠിച്ചിട്ടില്ല. ഇതിനകത്ത് നമുക്ക് കമ്മീഷനാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ഇത്രേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടി ഉണ്ട്, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് പറയാം. ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ആണ്. അതാരാ എടുക്കുക അടുത്ത ക്ലാസ്സിൽ? സെമിനാർ ആരാ പ്രസന്റ് ചെയ്യുക? ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ആ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരും. ആരാ എടുക്കാം? സിജി എടുക്കോ? തിരക്കാണോ? സിജി സാമുവലെ ഏതാണ് മാം? ഏതായിരുന്നു മാം ടോപ്പിക്? കേട്ടില്ലായിരുന്നു. ലാസ്റ്റ് ടോപ്പിക് ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഓക്കെ മാം, എടുക്കാം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. കേട്ടോ. മാം നെക്സ്റ്റ് ക്ലാസ് എന്താണ് മാം? തിങ്കളാഴ്ച മൺഡേ ആണ് എന്റെ ക്ലാസ് വരുന്നത്. മൺഡേയും വെനസ്ഡേയും. ഓക്കെ.
മാം എക്സാമിന്റെ ഇടയിൽ ക്ലാസ് ഉണ്ടാവും അല്ലേ? എക്സാമിന്റെ ഇടയിൽ ക്ലാസ് ഉണ്ടാവും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നോ? PG ക്ലാസ് ഉണ്ടായിരുന്നോ? അല്ല, എക്സാം തുടങ്ങാൻ അല്ല പോണല്ലോ. മാം, ഞങ്ങൾക്ക് മെയിൻ എക്സാം ഈ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് 7 to 8 ആണ് ടൈമിങ് തന്നിരിക്കുന്നത്, എക്സാമിന്റെ ടൈമിങ്. സോ അത് കഴിഞ്ഞിട്ടാണോ അതോ ഇനി ഉച്ചയ്ക്കാണോ PG ക്ലാസ് എന്നാണ്, അതാണ് ചോദിക്കുന്നത്. അറിയില്ലല്ലോ. നിങ്ങൾക്ക് പഠിക്കാൻ സമയം വേണമായിരിക്കും അല്ലേ? ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. ഓഫീസുമായിട്ട് മാഡത്തിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ മാം. ആവശ്യം പറയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.